ലൈഫിൽ ചലഞ്ചസ് ഇല്ലാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഒരു ചലഞ്ച് കഴിഞ്ഞാൽ അടുത്ത ചലഞ്ച് വരും അങ്ങനെ. പക്ഷെ ഓരോന്നും ഓരോ പ്രോബ്ലംസ് ആയി കണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ. ചിലർക്ക് വേഗം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ചിലർക്ക് വേഗം ലൈഫിലെ ചലഞ്ചസ് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റു ചിലർക്കെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വാട്ട് ടു ഡു എന്നുള്ളത്. ഈ പസിൽസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കാതെ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. എല്ലാ പ്രശ്നവും നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു സൊല്യൂഷനായിട്ടായിരിക്കും. ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ റിയൽ ചലഞ്ച് അല്ലേ? ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. സോ ഫസ്റ്റ് യു തിങ്ക് ദർ ഇസ് എ സൊല്യൂഷൻ ഫോർ ഈ ചലഞ്ച് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ലൈഫ് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഓരോ ചലഞ്ചിനും ദർ ഇസ് എ സൊല്യൂഷൻ. സോ ഫസ്റ്റ് ടിപ്പ് എനിക്ക് തരാനുള്ളത് ഇതാണ്: പ്രോബ്ലം കാണുമ്പോൾ പകച്ചു നിൽക്കരുത്. ദർ ഇസ് എ സൊല്യൂഷൻ എന്ന് മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യുക. ദർ ഇസ് എ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഒരാളുടെ പ്രോബ്ലം ആവില്ല വേറൊരാളുടെ പ്രോബ്ലം. അപ്പോൾ ഒരാൾ സോൾവ് ചെയ്യുന്ന രീതിയല്ല നമ്മൾക്ക് എടുക്കേണ്ടത്. എന്നാൽ കൂടി മറ്റൊരാൾ അയാളുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ലേൺ ഫ്രം അതേഴ്സ്. അതാണ് സെക്കൻഡ് ടിപ്പ്. ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, പ്രോബ്ലമാണ്, ലൈഫിലെ ഒരു ചലഞ്ചാണ്, ആൻഡ് ദർ ഇസ് എ സൊല്യൂഷൻ. രണ്ടാമത്തെ കാര്യം, ലേൺ ഫ്രം അതേഴ്സ്. സിമിലർ സിറ്റുവേഷൻസ് അതിലൂടെ കടന്നുപോയ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുപോലുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്തു എന്ന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. ലേൺ ഫ്രം അതേഴ്സ്. അത് നമ്മൾ അയാളിൽ നിന്ന് പഠിക്കാൻ പോണു എന്ന് പറഞ്ഞ് പഠിക്കൊന്നും വേണ്ട. ബട്ട് വി ക്യാൻ ടേക്ക് എക്സാമ്പിൾസ് ഓർ വി ക്യാൻ ടേക്ക് ടിപ്സ് ഫ്രം ദം. അതുമല്ലെങ്കിൽ നമുക്ക് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുപഠിക്കാൻ പറ്റുമല്ലേ? അല്ലെങ്കിൽ ചിലരുടെ എക്സ്പീരിയൻസ് കേട്ട് പഠിക്കാൻ പറ്റും. ചിലരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇങ്ങനെയല്ല സോൾവ് ചെയ്യേണ്ടതെന്നും തോന്നുമല്ലേ? അപ്പോൾ കുറേ ടെൻഷൻ അടിച്ച് ഇതൊന്നും എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് അപ്പുറത്ത് ഉള്ള ഒരാളെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ചോ അതുമല്ലെങ്കിൽ നമുക്ക് നല്ല ഉപദേശം തരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നമ്മുടെ പ്രോബ്ലം പറയാം. അതിലൊരു നാണക്കേടൊന്നുമില്ല. ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ. സോ ദർ ഇസ് സം വൺ ടു ഹെൽപ്പ് യു ഓർ ഹെൽപ്പ് മീ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി എല്ലാവരും പറയുന്ന പോലെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി പ്രോബ്ലത്തിന് ഫേസ് ചെയ്യുക. അതൊക്കെ കേട്ട് കേട്ട് ബോറടിച്ച സംഭവമല്ലേ? പിന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യണമെന്നില്ല. വി ക്യാൻ വർക്ക് സ്മാർട്ട്. നമുക്ക് അതിലേക്ക് നയിക്കുന്ന, ആ സൊല്യൂഷനിലേക്ക് നയിക്കുന്ന എന്തൊക്കെ സ്മാർട്ട് വേസ് ഉണ്ടോ അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നോ നീഡ് ടു വർക്ക് ഹാർഡ് എല്ലായ്പ്പോഴും. ചില സമയത്ത് ഹാർഡ് വർക്ക് വേണ്ടി വരും. അതല്ല, ചില പ്രോബ്ലംസിന് സ്മാർട്ട് വർക്ക് മാത്രം മതിയാവും. ബട്ട് ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് ഗിവ് അപ്പ്. ലൈഫിൽ ചലഞ്ചസ് വരുമ്പോൾ മതിയായി, എനിക്ക് ഇനി ഇതിൽ മേലെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. ദർ ഇസ് ഓൾവേസ് എ ഹോപ്പ്, ദർ ഇസ് ഓൾവേസ് എ ലൈറ്റ് ടു ലീഡ് യു. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ഈ 3 ടിപ്സും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ജിത.